ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നരച്ച മുടിയൊക്കെ മാറ്റി മുടിവേര് മുതൽ നല്ല ബ്ലാക്ക് കളറാക്കി എടുക്കാനും അതുപോലെ നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി മുടി നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ ഇത് യൂസ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമ്മളിതിൽ യാതൊരുവിധ കെമിക്കലോ കാര്യങ്ങളോ ചേർത്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അലർജി വരുമെന്നുള്ള പേടിയും വേണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. നല്ല റിസൾട്ട് തന്നെ തരുന്നൊരു മെത്തേഡാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കൂടി ഒരുമിച്ചൊന്ന് വാഷ് ചെയ്താണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളിത് എന്തൊക്കെയാണ് ഇതിൽ ചേർത്തേക്കുന്നത് നോക്കാം. മൈലാഞ്ചി ഇല, കറിവേപ്പില, കയ്യോന്നി, നീലമരിയുടെ ഇല, പനിക്കൂർക്കയുടെ ഇല, കറ്റാർ വാഴ, ഉലുവ കുതിർത്തത്, ഇത്രയാണ് നമ്മളിതിൽ ചേർത്തേക്കുന്നത് കേട്ടോ. ഇനി നമ്മളിത് അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് കരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾ ഇതിൽ ചേർത്തേക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസും സ്കിപ്പ് ചെയ്യാതെ നോക്കണം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിൽ ഇപ്പോൾ നമ്മുടെ മൈലാഞ്ചി ഇലയോ അല്ലെങ്കിൽ നീലമരിയുടെ ഇലയോ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടിയാണ് ചേർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെപ്പോഴാണ് ഇതിൽ ചേർക്കേണ്ടതെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കിനി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന ആ ഒരു ടൈമിലാണ് നമ്മളിതിലേക്ക് കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കരിഞ്ജീരകം, കയ്യോന്നി, നെല്ലിക്ക, കറിവേപ്പില ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇതൊക്കെ മസ്റ്റായിട്ട് നമ്മളിതിൽ ചേർത്ത് കൊടുക്കേണ്ട ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം ഇതെല്ലാം അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇത് മുഴുവനായിട്ട് നമുക്കിതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കരിഞ്ജീരകം വലിയ 2 സ്പൂണാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിൽ വെള്ളം ഒന്നും ചേർക്കാണ്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട് കേട്ടോ. കാരണം നമ്മൾ കറ്റാർ വാഴയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ ഇത് അരച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. ഇനി നിങ്ങൾക്ക് അരച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 2 സ്പൂൺ അളവിലെങ്ങനെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ചേർത്തിട്ട് ഇത് അരച്ചെടുക്കരുത് കേട്ടോ. അപ്പം ഞാൻ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാണ്ടാണ് ഇത് അരച്ചെടുത്തേക്കുന്നത്. നമ്മൾ ഇലകളും അതുപോലെ തന്നെ കറ്റാർ വാഴയൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് അരഞ്ഞ് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഒരു ഇരുമ്പ് ചട്ടി എടുക്കാം. ഇരുമ്പ് ചട്ടി തന്നെ വേണമെന്നില്ല കേട്ടോ. അടി കട്ടിയുള്ള ഏതൊരു പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇരുമ്പ് ചട്ടിയാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഈ അരച്ച കൂട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു അരച്ച കൂട്ട് ഡയറക്റ്റായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് നല്ലൊരു കോട്ടൺ തുണിയൊക്കെ എടുത്തിട്ട് ഇത് പിഴിഞ്ഞ് ഇതിൻ്റെ നീര് മാത്രം എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ അരച്ച ഈ കൂട്ട് ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. കാരണം നമ്മുടെ ആ ഇലകളും അതുപോലെ തന്നെ ഉലുവയും കരിഞ്ജീരകവും ഒക്കെ ഇതിൽ നമ്മൾ ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ ഞാനിത് അരിച്ചെടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അരിച്ച് ഇതിൻ്റെ നീര് മാത്രം എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 500 ml അളവിൽ വെളിച്ചെണ്ണ, നല്ല ശുദ്ധമായ തേങ്ങ ആട്ടിയ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം ഇത് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഫസ്റ്റ് നമുക്കിത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മളിത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വേണം ഇത് നമുക്ക് എണ്ണ തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മളിത് ഈ എണ്ണ കാച്ചി എടുക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഈ ഒരു സ്പൂണ് നമ്മൾ ഈ എണ്ണ കാച്ചി തീരുന്നത് വരെയും ഈ ഒരു സ്പൂണ് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അത് വെള്ളത്തിലൊന്നും കൊണ്ടുപോയി വയ്ക്കരുത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇരട്ടി മധുരമാണ് കേട്ടോ. ഇരട്ടി മധുരത്തിൻ്റെ പൊടിയല്ല ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ അതിൻ്റെ കമ്പ് വാങ്ങി ചതച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം അതുപോലെ തന്നെ ഞാനിനി എണ്ണ കാച്ചുന്ന ആ ഒരു മെത്തേഡ് ഇതിൽ കാണിക്കുന്നില്ല. എല്ലാവർക്കും അത് അറിയാവുന്നുള്ളത് കൊണ്ട് തന്നെ ഇനി നമുക്ക് എണ്ണ നല്ല പാകമായതിന് ശേഷം മാത്രമാണ് ഞാനത് കാണിക്കുന്നത് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം ഇത് തയ്യാറാക്കി എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ എണ്ണയൊക്കെ എല്ലാവർക്കും കാച്ചുന്നത് അറിയാവുന്നതുകൊണ്ടാണ് അത് കാണിക്കാത്തത് കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ റെഡി ആയതിന് ശേഷം ഇത് നോക്കാം.
അപ്പോൾ ദേ നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിലുണ്ടായിരുന്ന ആ ഒരു നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഇലകളും അതെല്ലാം നല്ല പാകമായി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് കോരി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും അതിൽ കുറച്ച് തരിയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അത് നമ്മൾ ലാസ്റ്റ് ഒന്നുകൂടി ഒന്ന് അരിച്ചെടുക്കും. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇതിൻ്റെ ആ ഒരു പാകം എന്ന് പറയുന്നത് നമ്മളത് ആ ഒരു തരിയൊക്കെ തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ മണൽത്തരിയുടെ ആ ഒരു മണൽത്തരിയിൽ നമ്മൾ പിടിക്കുന്ന ആ ഒരു പാകമാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് മെയിനായിട്ടൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേമ്പാടപ്പട്ടയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് വേറെ വേറെ പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത്. വേമ്പാലപ്പട്ട, വേമ്പാടപ്പട്ട, തവിട്ട് വേമ്പാടപ്പട്ട ഇങ്ങനെയൊക്കെ പറയും. അപ്പം നമ്മളിവിടെ വേമ്പാടപ്പട്ട എന്ന് പറയും. അപ്പം ഞാനത് ഇതിലേക്കൊരു 2 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പണ്ടുകാലം മുതലുള്ള തന്നെ നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് വളരാനും മുടി നല്ലപോലെ കറുക്കാനും ഒക്കെ പഴയ കാലത്തുള്ളവർ തന്നെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് എണ്ണ കാച്ചി തേക്കുന്നവർക്കൊക്കെ അറിയാം ഇത് അത്രയും നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളിത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇത് എല്ലാ ആയുർവേദ ഷോപ്പിലും പച്ചമരുന്ന് കടയിലും ഒക്കെ വാങ്ങാനായിട്ട് കിട്ടും. അധികം വിലയൊന്നുമില്ല കേട്ടോ. ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് എണ്ണ കാച്ചുന്ന ആ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കില്ല കേട്ടോ. ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മളിത് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം മാത്രമാണ് ആ ചെറിയൊരു ചൂടോട് കൂടിയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഒരു ദിവസം ഇതുപോലെ തന്നെ അടച്ച് വെച്ചേക്കാം കേട്ടോ. ഒരു ദിവസം ഇതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കാം. ഇത് നമ്മൾ അടച്ച് വെക്കുന്ന ആ ഒരു സമയത്ത് ഇതിൻ്റെ ചൂട് കംപ്ലീറ്റും പോയതിന് ശേഷം മാത്രമേ ഇത് അടച്ച് വയ്ക്കാവുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആ അടപ്പിൽ നിന്ന് നമ്മുടെ ഈർപ്പമൊക്കെ ഇറങ്ങി ഇതിൽ വെള്ളമൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഒരു ദിവസം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കാം. ഇപ്പം തന്നെ നല്ല ബ്ലാക്ക് കളറായിട്ടാട്ടോ ഇരിക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ ഇത് പിറ്റേ ദിവസം ആയപ്പോഴേക്കും ഞാനിത് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ആവണക്കെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ആവണക്കെണ്ണ നമ്മൾ ഡയറക്റ്റായിട്ട് തേക്കുന്നതിനേക്കാളും ഇതുപോലെ നമ്മൾ കാച്ചിയെടുക്കുന്ന ഓയിലിൽ ചേർത്ത് തേക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും. ഡയറക്റ്റായിട്ട് ഇത് തേച്ച് കൊടുക്കുന്ന ആ ഒരു തിക്നെസ്സൊക്കെ ഒന്ന് മാറി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ചെറിയ ഹോളുള്ള അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു കോട്ടൺ തുണിയിൽ വേണമെങ്കിലും ഇത് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അരിപ്പ വെച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത്. നല്ല റിസൾട്ട് കിട്ടുന്നൊരു ഹെയർ ഡൈ ഓയിലായിട്ടോ ഹെയർ ഓയിലായിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആകാല നരയൊക്കെ തടയാനായിട്ടുള്ളൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് മുതൽ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ സ്ഥിരമായിട്ടൊരു ഓയിലാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഓയിലിൻ്റെ കൂടെ ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. മുടി നന്നായിട്ട് വളരാനും നല്ല ബ്ലാക്ക് കളർ ആവാനും ഹെൽപ്പ് ചെയ്യും. നമ്മൾ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ഇത് നന്നായിട്ട് മുടിയിലും നമ്മുടെ തലയോട്ടിലൊക്കെ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ഷാമ്പു തേച്ച് കഴുകുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല നോർമൽ വാട്ടറിൽ കഴുകി കളയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അത്രയും റിസൾട്ട് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.